പിന്നെ കെട്ടിക്കോച്ച് കൊടുത്താൽ മതി, ഞാൻ പോയി കിട്ടും. നീ എന്താ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നത്? എന്തിനാ ദേഷ്യം കാണിക്കുന്ന ആരെടുത്ത്? എന്തിനാ എന്ത് പറ്റി വിശക്കുന്നാവും ഞാൻ? മക്കളിവിടെ ഇരിക്കായിരുന്നാ? താഴെ കളിക്കാത്ത എന്ത് കൊച്ചുങ്ങളടുത്ത്? പെണ്ണുങ്ങളോടെ കളിക്കാനൊന്നും പോകണ്ട. ഓ എന്നാര് പറഞ്ഞു? എന്നാര് പറഞ്ഞു? പെണ്ണുങ്ങളൊക്കെ ഏഷണി പറയുന്നു. അതാര് പറഞ്ഞെന്ന്? മക്കളെ അമ്മ അമ്മ അങ്ങനെ എന്നു പറഞ്ഞു. എന്നാ ആരാ പറഞ്ഞത്? ഡാഡി. ഈ കൊച്ചുങ്ങളെയൊക്കെ ഇതൊക്കെ പറയുന്നുണ്ടല്ലേ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കുന്നത് ഇങ്ങനെയുള്ളത്? അല്ല വല്ല കാര്യമുണ്ടാ? വേണ്ടാത്ത പറയരുത് കൊച്ചുങ്ങൾ എന്നല്ല ഉള്ളത് തന്നെ. ഏഷണി പറഞ്ഞ പെണ്ണുങ്ങൾ തന്നെ എല്ലാവരും എന്ത് തന്നെ? നിങ്ങൾ ആണുങ്ങളൊന്നും പറയത്തില്ലായിരിക്കും. പെണ്ണുങ്ങളല്ലേ തമ്മിലടിപ്പിക്കുന്ന എല്ലാത്തിനും. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ആണുങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലെല്ലാം കാണും പോയി. അത് തന്നെ. ഇവിടെ ഭാര്യ അമ്മയൊക്കെ ഉള്ളതല്ലേ, തമ്മിലടിപ്പിച്ചാലാ. ഞാൻ എന്തെങ്കിലും ഏഷണി പറയാറുണ്ടോ? അയ്യോ, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമല്ല, നിങ്ങൾ ആണുങ്ങളും പറയാറുണ്ട്. ഏട്ടന് എന്തൊക്കെ കാര്യങ്ങൾ പറയാറുണ്ട്? ഞാൻ എന്ത് പറഞ്ഞു? പറയാറില്ലേ? എന്ത് പറഞ്ഞു? തമ്പിച്ചേട്ടൻ ഭയങ്കര കള്ളുകൂടിയാണെന്ന് ഏട്ടൻ പറയാറില്ലേ? പറയാറില്ലേ? അത് ഏഷണിയല്ലേ? പുള്ളി പാലാണ് കുടിക്കുന്നത്, പുള്ളി കള്ളു കുടിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ വാസ്തവമാണ്. എടാ അല്ലല്ല, വാസ്തവമാണെങ്കിൽ അയാൾ കേൾക്കാതെ പറയുമ്പോ അത് ഏഷണിയാണ്. പിന്നെ തമ്മിലടിപ്പിക്കുന്ന കാര്യം, ക്ലീറ്റോ ചേട്ടൻ ചേച്ചിയും കൂടെ എപ്പ വഴക്കടിച്ചാലും അതിന്റെ കാരണക്കാരൻ ഏട്ടനാണ്. ഏട്ടനെ ചൊല്ലിട്ടാണ് അവരെപ്പോഴും വഴക്കടിക്കുന്നത്. എന്ത്? അല്ലാതെ വേലക്ക് കൂലിക്ക് പോന്നിട്ടല്ല. അത് ഏട്ടന് എന്തെങ്കിലും ചൊറഞ്ഞോണ്ട് ചെല്ലും അവരതിനെ. അവന്റെ കയ്യിൽ പതുവനായിട്ടാണ്. എന്റെ പോയേട്ടാ ആവശ്യമില്ല സംസാരിക്കണ്ട. അങ്ങനെ ഞാൻ ചുമന്നോണ്ട് വന്ന് നീ വിഴുങ്ങണ്ട. അയ്യോ, എന്നെ അങ്ങനെ പേടിപ്പിക്കല്ലേ. അയ്യോ, എനിക്ക് പേടിയായിട്ട് പാടില്ല. ഞാനിവിടെ പട്ടിണി കിടന്നങ്ങ് ചാകുമല്ലോ. ഇങ്ങോട്ട് നോക്കേ, 10-15 ദിവസം ഒന്നും കഴിക്കാതിരുന്നാലും എനിക്ക് ഒരു കുന്തം വരില്ല. നിങ്ങളാണ് ഇവിടെ ഗ്യാസ് കാരനെ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് കിടന്ന് കരയുള്ളൂ. ഗ്യാസ് കാരൻ ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചാൽ പോലും നീ തിരിഞ്ഞു നോക്കൂലല്ലോ, നീ ഒന്ന് സമാധാനിപ്പിക്കില്ല, ആശ്വസിപ്പിക്കില്ല. എന്തിനാ നിങ്ങളെ പോലുള്ളവരെ നോക്കണേ? നിങ്ങളെ പോലുള്ളവരൊന്നും ഒരു മനുഷ്യ സഹായിക്കരുത്. പിന്നെ ഞാൻ പ്രതീക്ഷിക്കണമില്ല അത്. എന്തുവാ പ്രശ്നം? കനക കേക്കടാ, കേക്ക്. ഇവിടെ അരി തീർന്നിരിക്കണ 2-3 ദിവസമായി. ഞാൻ ഈ മനുഷ്യരോട് മാറി പറയുന്നുണ്ട്, പോയി അരി മേടിച്ചുണ്ട് വാന്ന്. എനിക്ക് മാത്രം കഴിക്കാനല്ലല്ലോ. അന്നേരം എന്നോട് പറയുവാണേ കൊടങ്ങാവിളക്ക് പോണ റൊണാൾഡ് വരട്ടേന്ന്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അയ്യോ, എനിക്കിതൊന്നും അറിഞ്ഞൂടെ. നമ്മളില്ലേ പെങ്ങടെ കാര്യം നിനക്ക് അറിയണ്ടല്ലോ. പറയാൻ വന്ന ഞാനാ തെറ്റുകാരൻ. എടി എന്തുവാണെന്ന് കാര്യം പറഞ്ഞേ. കാര്യം ഞാൻ പറഞ്ഞുതരാം. അവര് തമ്മിലുള്ള വഴക്കിന് കാരണക്കാരൻ ഞാനാണല്ലോ പ്രശ്നക്കാരൻ. ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും ഉത്തരവാദി ഞാനാണല്ലോ. എന്തുവാണ് ഏട്ടാ വെറുതെ പെണ്ണുങ്ങളെ പോലെ കൊതിന്നോണ പറയുന്നത്? എന്താ പറഞ്ഞ പെണ്ണുങ്ങളെ പോലെ കൊതിന്നോണേ? നീ എന്നെ പറഞ്ഞല്ലോ, അത് സമ്മതിച്ചല്ലോ നീ. ഇതേ ഞാൻ പറഞ്ഞോളൂ, എന്റെ പെക്കിട്ട് കയറാനായിട്ട്. നീ ഇനി ഒന്നും പറയണ്ട. നീ ചെയ്തത് തെറ്റന്നെ. പൊതു സ്ഥലത്ത് വെച്ചിട്ട് ഭർത്താക്കന്മാരുടെ ആഗ്രഹം എന്താ വെച്ചാൽ അത് സാധിക്കണം. ഭർത്താക്കന്മാർ ഇന്ന സാധനം കഴിക്കണം എന്നാണ് പറഞ്ഞാൽ കഴിക്കണം. എനിക്ക് വേണ്ടാത്തത് ഇനിയിപ്പോ ആരുടെ മുന്നിലായാലും ഭർത്താവായാലും നാട്ടുകാരുടെ മുന്നിലായാലും എനിക്ക് വേണ്ടാത്തത് വേണ്ടാന്ന്. അതെ, രണ്ട് അടി കിട്ടാത്തതിന്റെ കുറവാണ് എനിക്ക്. അടിച്ചാലും ശരി, എനിക്ക് ഇഷ്ടമില്ലാത്ത ഞാൻ കഴിക്കത്തില്ല. ഇത് നീ കഴിക്കില്ല? ഒരു കാര്യം ഞാൻ പറയാം, നീ ഞാൻ പറഞ്ഞതുപോലെ കേട്ട് നടന്നില്ലെങ്കിൽ നീ ഞാൻ തമ്മിൽ ജീവിക്കണ്ട. ഞാൻ വല്ല സന്യസിക്കാൻ പോകും ഞാൻ. ഓ, എന്നാ എനിക്ക് കുറച്ച് സമാധാനമെങ്കിലും കിട്ടും. സമാധാനം കിട്ടും. എന്താ കാണിക്കുന്നേ? പെണ്ണുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ മറന്നേക്കണം, വിട്ടുകളയണം. അയ്യോ, അതെന്ത് വർത്താനം ഏട്ടൻ പറഞ്ഞത്? എന്ത് വർത്താനം പറഞ്ഞത്? എന്ത്? അമ്മായി, നമ്മൾ ഈ കിടന്ന് വായിട്ടലക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇവര് മാറാനൊന്നും പോണില്ല. ആണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട്. ദേ നിൽക്കുന്ന ഒരെണ്ണം. എന്താടി ഞാൻ ഒരേപോലെ തന്നെയാ. പിന്നെ അമ്മാവിന്റെ ഇഷ്ടത്തിന് അമ്മായിനോട് ചെയ്യാൻ പറഞ്ഞ എങ്ങനെ ശരിയാകും? ഇവിടെ ഒരു കുടുംബത്തൊരു കാര്യം ഉണ്ടായി. ഇച്ചിരി അരി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ പറയാണ് കൊടങ്ങാവിളേന്ന് റൊണാൾഡ് വരട്ടേന്ന്. അരിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. റൊണാൾഡ് വന്നിട്ട് വേണം ഇവിടെ അരി മേടിക്കാൻ. അതെ, അതെന്തെങ്കിലും ആകട്ടെ. ഈ ആണുങ്ങൾ നീ ഒരുപാട് അങ്ങ് തരം താഴ്ത്തല്ലേ. ആണുങ്ങൾ പെണ്ണുങ്ങളിലേക്ക് കാണാം. ഇപ്പൊ എന്റെ കെട്ടിയോനുണ്ടായിരിക്കണമായിരുന്നു. അമ്മായി, അങ്ങോട്ട് ക്ഷമിച്ചേക്ക്. ക്ഷമിക്കുന്ന ഭൂമിയോളം താഴണം. അല്ല, ഞാൻ അവിടെ നിന്ന് ഒരു പാഠം പഠിപ്പിക്കും. ഞാൻ എന്തെന്ന് ഒരു പാഠം ഞാൻ പഠിപ്പിക്കും. ഭൂമിയോളം താഴ്ന്നില്ലെങ്കിൽ ചവിട്ടി അങ്ങ് താഴ്ക്കും, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മേലാൽ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല. എനിക്കൊരുത്തിരി മനസമാധാനം വേണം. അല്ല, നിങ്ങൾ വഴക്കുണ്ടാക്കിയേ അടങ്ങുമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല മറാത്തും ഇറങ്ങി പോകും. വല്ല അമ്പലത്തിലോ ആശ്രമത്തിലും കാണുമ്പോൾ ഞാൻ ഭജന ഇരിക്കും. കാര്യം പറഞ്ഞേക്കാം. അല്ല,
ആ പോരാത്തതിന് അവിടെ അങ്ങ് വഴക്കുണ്ടാക്കാൻ ഇടയില്ലാതെ കയറി വന്നിരിക്കുക രണ്ടെണ്ണം കൂടെ വീണ്ടും ഇവിടത്തേക്ക്. അമ്മ ഇവിടുത്തെ വഴക്കെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ, അത് കാര്യാക്കണ്ട. പൊന്നു മരുമോനെ, ആ 5 മിനിറ്റ് മതിയല്ല. ആ 5 മിനിറ്റ് മനുഷ്യനെ അങ്ങോട്ട് ഞെക്കി കൊല്ലുന്ന കല്ല് ഇവിടെ കിടന്ന് നടക്കണേ പുറത്തേക്ക് ഇറക്കണി. നീ അതിന് അടുക്കളയിലേക്ക് വരണ്ടെന്ന്. നിനക്ക് ഇന്ന് ഇവിടെ പച്ചവെള്ളമില്ല, നടക്കാൻ കിട്ടും. ഉച്ച വരെ നീ ഇവിടുത്തെ പച്ചവെള്ളം കുടിക്കരുത്. കാലത്ത് ഇവിടെ എന്നോട് പറഞ്ഞതാണ്, ഗ്യാസിൻ്റെയും വിറകിൻ്റെ ഒക്കെ ചെലവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കല്ലേ ലാഭം എന്ന് പറഞ്ഞിട്ട് വരണ വഴിക്ക് ഞങ്ങൾ നായരുടെ കടയിൽ കയറി ദോശ പറഞ്ഞു. അപ്പോൾ അവിടെ ദോശ ഇല്ല. ദോശ ഇല്ലാണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ പൊറാട്ടയേ ഉള്ളൂ പറഞ്ഞു. പൊറാട്ട നമ്മൾ കഴിക്കില്ലല്ലോ. പിന്നെ എന്താന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല പഴംപൊരിയും ബീഫും ഉണ്ട് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് കേട്ടി, 2 ആൾക്ക് ഈ 2 പഴംപൊരിയും ഓരോ പ്ലേറ്റും ബീഫും പറഞ്ഞ് അത് കൊടന്ന് വെക്കുന്നവരെ അവൾ മുണ്ടിയില്ല. ആ നായർ ആ പ്ലേറ്റ് കൊടന്ന് വെച്ചപ്പോൾ ഇവിടെ പറയാം ഞാൻ പഴംപൊരിയും ബീഫും തിന്നില്ലാന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞതാ എനിക്കിത് രണ്ടും ഇഷ്ടമല്ല. നീ കടയിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞില്ലേ? അവിടെ ദോശ ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ നീ പറയണായിരുന്നു. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വെറുതെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ട്. എടാ കാശ് കൊടുത്ത് മേടിച്ച സാധനല്ലേ. ഞാൻ അവസാനം ആ 2 പ്ലേറ്റ് ബീഫും 4 പഴംപൊരി തിന്നേണ്ടി വന്നു. അല്ല ഇതിനകത്ത് ഇപ്പൊ അമ്മായിനെ കുറ്റം പറയാൻ പറ്റില്ല. ലോകത്ത് ആരെങ്കിലും കഴിക്കുകയോ പഴംപൊരിയും ബീഫും അയ്യ കേട്ടോ. എടി പഴംപൊരി കോമ്പിനേഷൻ. പഴംപൊരി ബീഫോ എടി അത് കഴിക്കാൻ വേണ്ടി എവിടെ നിന്നെല്ലാം ആളുകൾ വരും അറിയാമോ നായര കടയിൽ. നല്ല ചൂട് ബീഫ് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞരിച്ചിടും. അതിന്റെ കൂടെ ഒരു ഇച്ചിരി നല്ല പഴുത്ത പഴം വെച്ചുള്ള പഴംപൊരി. അത് എണ്ണയെന്ന് കോരി എടുത്തത്. അയ്യോ അത് രണ്ടും കൂടെ ചൂടെടുത്തിങ്ങനെ എടുത്ത് കഴിക്കുമ്പോണ്ടല്ലോ നായരുടെ കടയിൽ നമ്മള് കഴിക്കണല്ലേ. ആലോചിക്കാൻ പോലും പറ്റാത്ത സാധനമാണ്. ഞങ്ങൾക്കത് ആലോചിക്കുമ്പോ വായിൽ വെള്ളവും. കഴിക്കും പഴംപൊരിയും ബീഫ് എങ്ങനെ കഴിക്കും? അത് രണ്ടും ചേർച്ചയില്ലാത്ത സാധനങ്ങളല്ലേ. നമുക്ക് തോന്നും ചേരില്ല, അതാണ് ഏറ്റവും നല്ല ചേർച്ചുള്ള ആഹാരം. പഴംപൊരി തിന്നില്ലേ, ബീഫ് തിന്നില്ലേ, ആ 2 കൂടി തിന്നണം. എന്താ കുഴപ്പം? അത്രേ ഉള്ളൂ. അല്ല മുട്ട തിന്നോ? മുട്ട ഓംലെറ്റ് തിന്നോ? അതിന്റെ കൂടെ പാവയ്ക്ക തീയല് കഴിക്കോ? അത് രണ്ടും കൂടെ അത് കഴിക്കോ? അത് മറ്റേ കയ്പും മറ്റേ കയ്പില്ലാത്ത അത് അങ്ങനെയല്ലേ? അങ്ങനെയല്ല, ഓരോ ആഹാര രീതി ഉണ്ട്. ഇത് ഒരാളും കഴിക്കണം. ഞാൻ അതെ ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവരാണ്. ഇത് പുതിയ ഫാഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഇനിയിപ്പോ വേറെ പുതിയ സാധനം പറഞ്ഞിട്ട് ആലുവയും മീൻകറി ഭയങ്കര ടേസ്റ്റ്. അതെ തർക്കിക്കല് വേണ്ട. ഇവളിന്ന് ഇവിടുന്ന് പച്ചവെള്ളം കുടിക്കണമെങ്കിൽ ഇവള് ബീഫും മറ്റേ പഴംപൊരി തിന്നണം. അങ്ങനെ ഞാൻ പട്ടിണി ഇരിക്കും. നീ പട്ടിണി ഇരിക്കില്ല, തിന്ന് നോക്കണത്. അല്ലാണ്ട് നിങ്ങൾ എന്നെ അവിടുന്ന് ഇൻസൾട്ട് ചെയ്യല്ല വേണ്ട, തിന്ന് പഠിക്കും. ഞങ്ങൾക്കൊന്നും വേണ്ട. അത് കഴിച്ചു നോക്കണോ അപ്പോഴേ ടേസ്റ്റ് അറിയാം. ഒരു പ്രാവശ്യം കഴിച്ചു നോക്ക്. ഇവിടെ വേണ്ട. നീ ചെന്നിട്ട് ഇവിടെ എല്ലാവർക്കും ഉള്ള പഴംപൊരിയും ബീഫും മേടിച്ചിട്ട് വാ. ഞാൻ കഴിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. മേടിച്ചിട്ട് എടീ ലില്ലേ, എടി നിനക്ക് പഴംപൊരിയും ബീഫും വേണോ? എനിക്ക് വേണ്ട ചേച്ചി. എടി പൊന്നെ എടി ഒരു പ്രാവശ്യം കഴിച്ചു നോക്ക്. നീ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. അങ്ങനെ പെണ്ണുങ്ങൾ അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നെങ്ങനെ തിന്നണത്? ഞാനാ പറഞ്ഞു. പോയിട്ട് മേടിച്ചിട്ട് വാ. വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോ തൊട്ട് പോലും കഴിക്കും. അല്ല അതിന്റെ ടേസ്റ്റ് എന്തായാലും അറിയാമല്ലോ. ഇല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചോളാം. എത്ര മേടിക്കണം? ഇവിടെ എല്ലാവർക്കും കുട്ടികള് നമ്മളെല്ലാവർക്കും ഉള്ളത് മേടിച്ചോ. എനിക്ക് വേണ്ട. പിന്നെ പിന്നെ പൈസ തന്നാലേ. പൈസ അയ്യോ ഫോൺ നീ തൽക്കാലം നിന്റെ നീ ഏതായാലും കടയ്ക്കൂല്ലേ, നീ മേടിച്ചിട്ട് ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം. അരിയും സാധനവും വാങ്ങിക്കാനുള്ള പൈസ ഉണ്ട്. അരി സാധനം മേടിക്കാനുള്ള പൈസ തരുമല്ലോ. അത് നീ സമാധാനപ്പെടും. പൈസ ഞാൻ തരാം ഗൂഗിൾ പേ. പോയിട്ട് ഇത് മേടിച്ചിട്ട് പാചകം ആദ്യം ഇത് തീറ്റിച്ചിട്ട് പഴുത്ത പഴംപൊരി നോക്കിക്കോളേ. അതൊക്കെ പിന്നെ എനിക്കറിയുള്ളൂ. നമ്മളെത്ര കഴിച്ചു പോയിട്ട് വാ. ആഴ്ച വൈകുന്നേരം ഇട്ട് തരാം. ഇതെങ്ങനെ കഴിക്കുന്നത്? എടി അത് നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തതിന്റെ കുഴപ്പമാണ്. നല്ല ചൂട് ബീഫ്, ചൂട് പഴംപൊരി, അത് നല്ല പഴുത്ത പഴത്തിൽ ഉണ്ടാക്കുന്ന പഴംപൊരി ആയിരിക്കണം. അതിങ്ങനെ അതിനകത്തോട്ട് മുക്കി കഴിച്ചോണ്ടല്ലോ എന്തൊരു ടേസ്റ്റ് അറിയാൻ വേണ്ടി കഴിച്ചുകൊണ്ട് ഇങ്ങനെ കൂടെ ചെറിയ കഷ്ണങ്ങളോടെ ഇങ്ങനെ പോകുമ്പോ ഇതൊക്കെ ആരെങ്കിലും കഴിക്കും. ഇത് എനിക്ക് മേടിക്കണ്ട. നിങ്ങൾ കഴിക്കാത്തോണ്ട് ഇങ്ങനെ ഒരു സാധനം ഇല്ലെന്നാണ് വിചാരം. സൂപ്പർ ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്കുമ്പോ അറിയാൻ പറ്റും. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? എനിക്ക് വേണ്ട ചേച്ചി അങ്ങനെ പറയല്ലേ. ഇത് ഈ ലില്ലിയും തങ്കും പലതും പറയും. പക്ഷെ ഇന്ന് കൊണ്ടുവന്നാണല്ലോ ചേച്ചിയും ഗിരിജി ഇത് തിന്നിരിക്കണം. ഞാൻ കഴിക്കൂല. നീ കഴിക്കും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. ഞാൻ കഴിക്കൂല. കാണാലോ. ശരിക്കും ഇപ്പൊ ആർക്കായിരുന്നു നിർബന്ധം? അമ്മാവനത് അമ്മായിക്ക. എൻ്റെ പെങ്കൊച്ചെ എനിക്കെന്തോ നിർബന്ധം. ഫ്രിഡ്ജിൽ മാവിരിപ്പുണ്ട്, ഒരു 2-3 ദോശ, ഇച്ചിരി ഉഴുന്ന് പൊടിച്ചൊരു ചമ്മന്തി, എനിക്കത് മതി. അങ്ങേർക്കായിരുന്നു നിർബന്ധം. നോവെടുത്ത നുണയേ പറയത്തുള്ളൂ. അതൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല, ചുമ്മാ അങ്ങ് പറയണ പണ്ട് മുതൽ എങ്ങനെയാ. എടി അങ്ങേർക്ക് എന്ത് തെറ്റ് പറ്റിയാലും നമ്മളെയാ ചീത്ത വിളിക്കുന്നത്.
ആ അത് ആണുങ്ങളെല്ലാം അങ്ങനെയാ അമ്മായി. എടി ഇന്നാളി അങ്ങേർക്ക് കട്ടളപ്പടിയില് കാല് തട്ടി, അതിനെന്നെ ചീത്ത വിളിച്ചിരിക്കുന്നു. എന്തിനാ? ആ അങ്ങേരെ അത് കാല് തട്ടാൻ പോവുകയാണേ കട്ടളപ്പടിയാണേന്ന് ഞാൻ പറഞ്ഞില്ലെന്ന്. ആന്നടി ഇങ്ങനെ എപ്പോഴാ കാല് പൊക്കുന്നേ, അല്ലെങ്കിൽ അത് എപ്പോഴാ കാത്തു വയ്ക്കുന്നേ എന്നൊക്കെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കണേ. എനിക്ക് വേറെ ഒരു പണിയുമില്ലേ? വയസ്സാവും തോറും ഇങ്ങേരുടെ ഓരോരോ. എന്നാലും അമ്മാവനൊരു പാവ, ഉള്ളിലൊന്നും വെച്ചേക്കൂല. സ്നേഹം അപ്പടി എന്തെങ്കിലുമൊക്കെ വായിൽ ഇങ്ങനെ വരണത് അങ്ങ് പറയണമെന്നേ ഉള്ളൂ. ആ പറയുന്ന കേട്ടാണ്ടല്ലേ പെറ്റതള്ള സഹിക്കൂല. തങ്കം അയ്യോ അമ്മാവന്റെ കട്ടളപ്പടി. എന്താടി അവിടെ കട്ടളപ്പടി ഉള്ളത് എനിക്കറിയില്ലേ. ഓ അത് കാണാവോ? എന്തേ? അല്ല അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് കട്ടളപ്പടി കാണാൻ പറ്റില്ല എന്ന് ഇങ്ങനെ കേട്ടു. ഓ അപ്പൊ അതാണ് ഇവിടെ സംസാരം. എന്ത്? എന്നെ കുറിച്ച്? അയ്യേ അമ്മാവനെ പറ്റി എന്തിനാ സംസാരിക്കണേ? അല്ല പെറ്റതള്ള സഹിക്കില്ല എന്നൊക്കെ ഇവിടെ പറയണ കേട്ടേ. അതുകൊണ്ട്? അല്ല എന്നെ കണ്ട പെറ്റതള്ള സഹിക്കില്ല എന്നല്ലേ? ആണോ? അല്ലേ? എന്റെ അമ്മാവനെ പറ്റിയൊന്നും അല്ല പറഞ്ഞത്. പിന്നെ അത് മറ്റേ തലയോലപ്പറമ്പിന്റെ അവിടെയുള്ള കൊഞ്ഞമ്മച്ചിയുടെ മോള് പ്രസവിച്ചപ്പോ അവർക്ക് അതിന്റെ വേദന സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ തൊട്ടടുത്തിരുന്ന് അവര് പറഞ്ഞു പെറ്റ തള്ളക്ക് സഹിക്കാൻ പറ്റില്ല വേദന എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്, അല്ലാതെ അല്ലേ മൈ? അത് ഉരുണ്ട് വരണ്ട് കരയുമായിരുന്നു. നിങ്ങൾ ഇവിടെ ഉരുണ്ട് വരണ്ട് ഇങ്ങനെ ഇരുന്നോ? ആ ക്ലീറ്റോ പോയിട്ട് നേരത്രയായി. അപ്പൊ ബീഫും പഴംപൊരിയും കൊണ്ടുവരും. വാ അത് വന്ന് കഴിക്കാൻ നോക്ക്. എനിക്കൊന്നും വേണ്ട. ആരെങ്കിലും തിന്നോ ഈ ബീഫും പഴംപൊരിയും കൂടി? വല്ല പൊറോട്ടയും ബീഫും ആയിരുന്നെങ്കിൽ എന്തും അല്ലായിരുന്നു. അയ്യേടി നല്ല ചൂടുള്ള പഴംപൊരിയും ബീഫ് റോസ്റ്റ് ഇങ്ങനെ മുക്കി തിന്നെ എന്ത് ടേസ്റ്റ്. ഇതിനങ്ങനെ ചെയ്യണ പഴവും ബീഫൊക്കെ തിന്നാൻ പാടില്ല. എടി അവിടെ എത്ര ആൾക്കാരെ വന്ന് നോക്കണ, അതൊന്ന് കഴിച്ചു നോക്കണേ. പഴംപൊരി മാത്രം തന്നാ മതി, ഞാൻ ചായയുടെ കൂടെ കുടിച്ചോളാം. ഒരു പ്രാവശ്യം തിന്നാ പിന്നെ അത് എപ്പോഴും കൊണ്ടുവരണം എന്ന് പറയും. വെറുതെ നീ കിട്ടുന്ന അവസരം പാഴാക്കണ്ട. മര്യാദക്ക് വന്നത് കഴിക്കാൻ നോക്കും. കഴിക്കിച്ചല്ലേ? നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ വന്നോളാം. നീ വരണമെന്നില്ല, നീ പാടി. എനിക്ക് അടുക്കളയിൽ ഇച്ചിരി പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. പരദോഷം പറഞ്ഞിരുന്നിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടില്ല കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞാരേ. തീറ്റ വന്നില്ലേ? ഇവനിത് എത്ര നേരമായി പോയിട്ടത്? ഞാൻ ഫോൺ ചെയ്യുമ്പോ ദാ വരുന്നു ദാ എത്തിന്ന് പറഞ്ഞിട്ട്. അമ്മ വിളിച്ചാലും പെട്ടെന്ന് വരത്തൊന്നുമില്ല. ആ അത് ശരി. അപ്പൊ എന്റെ അമ്മോട് കാണിക്കുന്ന സ്വഭാവം എല്ലാരോടും ഇല്ല. അതിനപ്പുറം അവൻ എന്തറിയാം? അവനറിയാന്നല്ലേ ചെയ്യുള്ളൂ. എടാ എന്നാലും ഇപ്പൊ പോയിട്ട് എത്ര നേരമായി നോക്കി നോക്ക്. ആരെങ്കിലും കണ്ട് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. പാർട്ടി ഓഫീസിലെങ്ങാനും പോയിണ്ടാവും. ഒന്നും പറയാൻ പറ്റൂല. പാർട്ടി ഓഫീസ് പോണ വഴിക്ക് പോയാൽ കുഴപ്പമില്ല. ഈ ബീഫും പഴംപൊരിയും മേടിച്ചിട്ട് വരുമ്പോ എങ്ങാനും പാർട്ടി ഓഫീസ് കയറി അവിടെ ഉള്ളവർ വല്ലവരും നക്കുവോ? അതും സംഭവിക്കാകയില്ല. വരുന്നുണ്ട് നേതാവ്. ഒന്നിങ്ങോട്ട് വേഗം വാടകടേ. ഞാൻ ഇപ്പൊ അരമണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചപ്പോ ഇതാ ഇവിടെ എത്തി ഇതാ വരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നേരം? അരമണിക്കൂർ മുമ്പ് വിളിച്ചപ്പോ ഞാൻ എത്തിന്ന് പറഞ്ഞത് നായരെ കടയിൽ എത്തിന്നാ പറഞ്ഞത്. അവിടെ ചെന്നപ്പോ അവിടെ ലോകത്തുള്ള മുഴുവൻ തിരക്ക്. ഇനി ഇവിടെ മലയാളികൾ ഓരോരുത്തരുടെ വിദേശത്ത് നിന്ന് ഒരു മറ്റേ റഷ്യൻ സായിപ്പ്, ജർമ്മനിയിൽ നിന്ന് വന്നവര് പഴപ്പൊഴി ഇവിടെ പഴപ്പൊഴി കിട്ടിയില്ല, ബീഫ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ട ബഹളം. പിന്നെ ആദ്യം ഈ വിദേശികളൊക്കെ കഴിക്കട്ടെ എന്നിട്ട് സമാധാനമായിട്ട് നിന്ന് ഇപ്പൊ നിന്നെല്ലാം തരം മറ്റേ പഴുത്ത കായല്ല. അളിയന് പഴുത്തതല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ നായരെടുത്ത് പറഞ്ഞ നേരെ എനിക്ക് പഴുത്ത പഴം മുറിച്ചിട്ട് അതിൽ നിന്ന് പഴംപൊരി ഉണ്ടാക്കി ബീഫ് ഒന്നുകൂടെ ഒന്ന് വരട്ടി ചൂടാക്കി മേടിച്ചു. ഇനി ഇവരെ തീറ്റിച്ചിട്ടേ കാര്യമുള്ളൂ. തങ്കോ നടക്ക് നടക്ക് നടക്ക്. എവിടെ 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 ഞങ്ങൾ കഴിക്കണമെന്ന് കാണാമോ? നായ്ക്ക് നല്ലതറിയില്ല എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇതെല്ലാം. എനിക്ക് കഴിക്കുന്നതും കാണണ്ട. കണ്ണടച്ച് പിടിച്ചു നോക്കിടി മണം. ഒഴിച്ചു കൊടുക്ക്. അതില് ഇതിലാവല്ലേ? അത് രണ്ടും കൂടി കഴിക്കാനല്ലേ ഇത് കൊടുത്തേക്കണേ. ചേച്ചി എന്തുവാണ് ചേച്ചി? അതാ അത് എടുത്ത് കഴിച്ചു നോക്കിയേ. നീ അവരുടെ കൂടെ കഴിക്കും. ചേച്ചി കഴിക്കാനാണ് ഇത് കൊടുത്ത് കഴിച്ചു നോക്ക്. വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. കഴിച്ചു. അതല്ല അത് ബീഫിനെ കൂട്ടി കുഴച്ച് കഴിക്കേ.
വേണ്ട ആ കടയിൽ എന്തോരം ആൾക്കാരാണെന്നറിയോ വന്നത് കഴിക്കാൻ നിങ്ങളത് എങ്ങനെയുണ്ട്? അല്ല ഞാൻ കടയിൽ ഓർഡർ ചെയ്തത് നാല് പഴംപൊരി ഒരു ബീഫാണേ. രണ്ടെണ്ണം കൂടി കഴിച്ചിട്ട് ആ 4 കൂടി കഴിച്ചു. അതിലേക്ക് ഇപ്പൊ ഞാൻ ഇനിയും തിന്നേനെ. ഇപ്പൊ വയറിലെ സ്ഥലമില്ല. അതാ അമ്മായി എന്ത് പോയി കഴിക്കാൻ ഓ, ഇങ്ങനെ വൃത്തികെട്ട പിള്ളാര് എന്റെ പൊന്ന് പിള്ളേർ ഇത് എന്തോ ചേച്ചി പഴംപൊരിയിലാണ് ഇതൊക്കെ കഴിക്കുന്നത്. ഈ കണക്കിന് അലുവൽ വല്ലാത്ത ആ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ എന്തോരം തിരക്കാനറിയോ കടയിലെ. ആഹാരത്തിന് ക്രമീകരണം ഒന്നുമില്ല ഇവിടെ. നന്നായിട്ടില്ല മോനെ. എങ്ങനെയുണ്ട് മക്കളെ? സൂപ്പർ. അമ്മായിക്ക് വേണോ? എനിക്ക് വേണ്ട. അമ്മായി ഒരു ഞാൻ പിച്ച പിന്നെ എടുത്ത് പറയായിരുന്നു കഴിച്ചു നോക്ക്. എന്തിന് അമ്മായിക്ക് വല്ല മനോ പെട്ടു? എടാ, അവള് കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഞാനിത് കൊണ്ടുവന്ന തന്നെ. അമ്മായിക്ക് അവളും വേണ്ടല്ലോ. ചേച്ചും കഴിച്ചോക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? അമ്മായിക്ക് വേണ്ട, അമ്മയ്ക്കും വേണ്ട. അയ്യോ അത്ര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയുണ്ട്. നല്ല രുചിയുണ്ട്. സത്യം പറഞ്ഞാണ്ടല്ലോ പൊറോട്ടയും ബീഫിനെക്കാളും ഇതാണ് പഴംപൊരിയും ബീഫുമാണ്. അത് ഞങ്ങളെ ചൂടോടുകൂടി നല്ല രസമല്ലേ. കൊള്ളാമോ? അടിപൊളി. കൊള്ളാമോടാ മക്കളെ? തീർന്ന് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ തീർന്ന് ചേച്ചിക്ക് കഴിക്കണോന്ന്. എവിടെ പഴംപൊരി? നമുക്കല്ലേ വേണ്ടെന്ന് പറഞ്ഞു. അല്ല വേണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ എല്ലാം കൂടെ അങ്ങ് വാരി തിന്നു. ഒരു ഇത്തിരി മാറ്റി വെക്കണ്ടേ എന്തായാലും. ഞങ്ങള് കഴിച്ചത് എത്ര പ്രാവശ്യം ചോദിച്ചു വേണ വേണ വേണമെന്ന്. ഞാൻ അപ്പളെ പറഞ്ഞതാ തിന്നോളെ. അമ്മ ഇതിനിപ്പോ വേറെ ഒന്നുമില്ല. അമ്മാവൻ കടയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ചൂടോടെ മേടിച്ചു. അതാ അവിടെ നിന്ന് കഴിക്കണം ടേസ്റ്റ്. പിന്നെ ഇനി വിളിക്കും. കൊതിച്ചിരുന്നോടി നീ. അതെന്തെങ്കിലും ആവട്ടെ. ക്ലീറ്റ് പോയിട്ട് അരി സാധനം മേടിച്ചിട്ട് വന്നേ. അയ്യോ അത് പറഞ്ഞ അമ്മ പൈസ എടു. ഉണ്ടല്ലേ? എന്ത് പൈസ? അമ്മ അരിയും സാധനം മേടിക്കാൻ വെച്ചിരുന്ന പൈസക്കാണ് ഇപ്പൊ ഈ പഴംപൊരിയും ബീഫും മേടിച്ചത്. 450 രൂപ. ഇനി 20 രൂപ എൻ്റെ ബാക്കിയുള്ളൂ. അതല്ലായിരുന്നു അവന്റെ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? മറന്ന അതൊക്കെ. ഞാൻ ഈ പഴംപൊരിയും ബീഫും മേടിക്കാൻ പറഞ്ഞത് ഈ രണ്ടാൾക്ക് ഇരുന്ന് തിന്നാനല്ല. പിന്നെ എന്റെ ഭാര്യനെയും ചേച്ചിക്ക് ഇത് എന്താ അതിന്റെ ടേസ്റ്റ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ഇത് മേടിപ്പിച്ച്. അവർക്ക് വേണ്ടാത്തോണ്ടല്ല അവര് കഴിച്ചത്. അത് വേണ്ടെന്ന് പറഞ്ഞപ്പോ വേണമല്ലോ. അത് അങ്ങനെ കിട്ടി വഴിക്കാണ്ട് വെട്ടി വഴിക്കിട്ട് അതിന്റെ പൈസ എന്തിനാ ഞാൻ കൊടുക്കണേ? അമ്മ ഇതെന്ത് പരിപാടി അമ്മ? അമ്മ തമാശ കളിക്കല്ലേ? പൈസ എടുത്ത് ആരാ അത് കഴിച്ചത്? നിന്റെ ഭാര്യയും നിന്റെ പെങ്ങളും നിന്റെ കുട്ടിയും. ആ കഴിച്ചതിന്റെ പൈസ നീയാ കൊടുത്തോ? കണക്ക് പറയല്ലേ? അല്ല നിന്റെ കാര്യം നടന്നില്ല. പിന്നെ ഞാൻ തരില്ല. 10 പൈസ തരില്ല. അയ്യേ അമ്മാവൻ ഇത്രക്കാരനാണ്. കൊടുക്കാം അമ്മാവ കളി. അല്ലെങ്കിൽ നീ വാക്കിന് വിലയില്ലാത്തവനാടാ. ചേച്ചി വാക്കിന് വില ഇല്ലാത്തിക്കല്ല അളിയനാ. അതായത് നിന്റെ അച്ഛനെ പണ്ട് ഒരു 35 സെന്റ് സ്ഥലത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ അച്ഛന്റെ കയ്യില് 15,000 ഉറുപ്പ്യ അഡ്വാൻസ് ആണ് കൊടുത്തു. ആ വാക്ക് പാലിച്ചില്ല. എനിക്ക് സ്ഥലം തന്നൂല്ല. എന്നാ അത് പോട്ടെ. കൊടുത്ത 15 കിട്ടാൻ വേണ്ടി ഞാൻ വന്നിങ്ങനെ ചോദിച്ച് അവസാനം ഏത് പൈസ? അമ്മാവാ പഴംപൊരിയുടെ കാശ് ചോദിക്കുമ്പോൾ പഴം കഥ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറില്ലേ? പൈസ എടുക്കാൻ. എന്ത് പൈസ? സാധനം വാങ്ങിക്കണം. അവനെല്ലാത്തനും ദേഷ്യമാണ്. വെളിയത്തോറമില്ല വസ്തു വിറ്റ് ഓർമ്മയുണ്ടല്ലേ? പിന്നെ ആ വസ്തുവിന്റെ പൈസ ഇപ്പൊ ആരേലിരിക്കുന്നത്? അത് ശരി. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണ് ചേച്ചിയുടെ നടപ്പില്ലേ? അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഇവരാരാന്ന്? നടക്കാട്. ഇവിടെ ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. എന്റെ പൈസ അമ്മാവാ. പൈസ കണക്ക് പറയണോ? കാര്യം പറയുമ്പോ അവന് ദേഷ്യമാണ്. അല്ലെങ്കിൽ നിനക്കൊക്കെ എന്തെങ്കിലും ആഹാര സാധനം കിട്ടിയാൽ ഒത്തിരി ആക്രാന്തോളും. ഒറ്റയടിക്ക് തീർത്തോളും. ഇപ്പൊ പൈസ പോയില്ലേ എന്റെ? ഒരു സ്വഭാവം. അല്ല സാറേ അതെ ഇല്ല ഒരു ചെറിയൊരു അത്യാവശ്യം ഒന്നുമില്ല. ഇവിടെ എല്ലാം ഗൂഗിൾ പേ എല്ലാം ലോക്കായി പോയി. അതുകൊണ്ട് നടക്കൂലേ? ശരി ഓ ഞാൻ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. കുഴപ്പമില്ല. കിട്ടൂല. നിങ്ങൾ ചോദിച്ച ഒരാളും തരൂല. എന്റെ പൈസ മതിയടി നിർത്തണി. ഇല്ല നിർത്തൂല. ആ കൊണ്ടുവന്ന പഴംപൊരിയും ബീഫും നീയും 2 കൂടെ അരലല്ലേ വെട്ടി വിഴുങ്ങി തിന്നത്? പിന്നെ തിന്നാതെ നിങ്ങൾ എല്ലാരും കൂടെ അല്ലേ തിന്നു പറഞ്ഞത്? സംസാരിക്കരുത്. അതിന്റെ ഒരു കഷ്ണം അമ്മായിക്ക് അമ്മയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ അമ്മാവ ആ പൈസ തരൂലായിരുന്ന? അമ്മായി ആദ്യം തൊട്ട് എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ട. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് വേണ്ട. ഇതങ്ങനെ കഴിക്കാം, അങ്ങനെ തിന്നാം. ഇപ്പൊ അതൊന്നും അല്ലല്ലോ. ഈ പഴംപൊരിയും ബീഫും മേടിച്ച പൈസ ക്ലീറ്റോ വെച്ചേക്കാൻ മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടല്ലേ മേടിക്കാൻ പോയത്. അമ്മാവൻ എന്താ പറഞ്ഞത്? നീ എടുത്ത് മേടിക്ക്, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മാവൻ മേടിച്ചത് ആരെ കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്? അമ്മാവന്റെ ഭാര്യ, അതായത് അമ്മായിയെ. പക്ഷെ അമ്മായി തൊട്ടോ കഴിച്ചോ? ഇല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പഴംപൊരിയും ബീഫും മേടിച്ചു തരാൻ കൂടി എന്റെ കിട്ടേണ്ടി. വേണ്ട നിർത്ത്. പോലും കഴിവില്ല. ഞാൻ ചോദിച്ചോട്ടെ,
അരിയും സാധനങ്ങളും വേണ്ടല്ലോ. പിന്നെ അത് വേണ്ടേ? അപ്പൊ അരിയും വേണം, പലവ്യഞ്ജനവും വേണം, ബീഫും വേണം, പഴംപൊരിയും വേണം, എല്ലാം വേണം. എടാ ഒന്ന് നിർത്തങ്ങളെ. നിർത്തി. ആ പൈസ നീതാ തടേ. ഞാൻ എന്തിന് പൈസ നീ കൊടുക്കണം? എന്തിനു തരണോ? നിന്റെ ഭാര്യയും നിന്റെ പെങ്ങളും കൂടെ അല്ലേ തിന്നത്? നിന്റെ ഭാര്യ നിന്റെ പെങ്ങളോടാണ് കഴിച്ചത്. ശരി, നമ്മുടെ ഭാര്യയും നമ്മുടെ പെങ്ങളാണല്ലോ തിന്നത്. ആ ക്ലീറ്റസ്. ഓ ഞാൻ എന്ത്? ആ ഇത് ഗിരിരാജ മാമൻ തന്നയച്ചാണ്. പച്ചക്കറിയും സാധനം. പച്ചക്കറി അവിടെ വെച്ച് ഞാൻ കണ്ട്. അപ്പം ഓ തന്നയച്ചു. നിന്റെ പ്രശ്നം തീർന്നല്ലോ. നിന്റെ പ്രശ്നം തീർന്നല്ലോ. രത്നമാരം അമ്മ ആ ഇതും തന്നയച്ചു. ഇതെന്ത് സംഭവം? ബീഫാ? ശരി മോനെ. അപ്പൊ ഞാൻ പോട്ടെ. ശരി ശരി ശരി. പഴംപൊരി ബീഫ്. തീർന്നല്ലോ, എല്ലാരെയും പരാതി തീർന്നു. പാവം മാവൻ. എന്താന്ന്? ദൈവമേ, ഉപ്പ് മേടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അതായിരുന്നു അത്യാവശ്യം. നിനക്കൊന്നും ഒരു കാലത്തും പരാതി തീരൂലേ? ഓ